ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിജിറ്റ് സമ്മിൻ്റെ അഡീഷൻ മെത്തേഡ് അല്ലേ കൂട്ടുന്നത് നമ്മൾ നോക്കി. ഇനി ഡിജിറ്റ് സം മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്പേഴ്സിൽ കുറച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാമെന്ന് നോക്കാം അല്ലേ. സബ്ട്രാക്ഷൻ്റെ കേസിൽ ഡിജിറ്റ് സം മെത്തേഡ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേപോലെ തന്നെ LHS = RHS നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഡിജിറ്റ് സം മെത്തേഡ് വെച്ചിട്ട് ആൻസർ കറക്റ്റ് ആണോ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ 88 എന്ന് പറയുമ്പോൾ നമ്മൾ ഡിജിറ്റ് സം എത്ര വരും? 8 + 8 അഥവാ 16 നീട്ടി. 16 വീണ്ടും 1 + 6 അല്ലേ, 1 + 6 7 നീട്ടി. അപ്പോൾ 88ൻ്റെ ഡിജിറ്റ് സം 7 മൈനസ് ഇവിടെ 13ൻ്റെ 1 + 3 4 ആണ്. 7 - 4 നമുക്ക് 3 എന്ന ഡിജിറ്റ് സം കിട്ടി. ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ആൻസറിൻ്റെ ഡിജിറ്റ് സം 3 തന്നെയാണോ ചെക്ക് ചെയ്യാം. 7 + 5 എത്രയാണ്? 12 ആണ് അല്ലേ. 12 എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം എത്ര വരും? 1 + 2 3 തന്നെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസറിൻ്റെയും ഡിജിറ്റ് സം 3 ആണ്, നമ്മുടെ പ്രോബ്ലത്തിൻ്റെയും ഡിജിറ്റ് സം 3 ആണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ 32 എന്ന് പറയുമ്പോൾ 3 + 2 5 എന്ന ഡിജിറ്റ് സം ആണ്. മൈനസ് 13 എന്ന് പറയുമ്പോൾ 1 + 3 4 ആണ്. ഓക്കെ, ഇവിടെ നോക്കി എത്രയാണ്? 5 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ് ഡിജിറ്റ് സം. ഇനി നമ്മുടെ ആൻസറിൻ്റെ ഡിജിറ്റ് സം 1 ആണോ നോക്കാം. നമ്മൾ പറഞ്ഞു 9 വന്നു കഴിഞ്ഞാൽ നമ്മളത് 0 ആക്കി എടുക്കും, അതായത് ക്യാൻസൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ബാക്കി ഇവിടെയുള്ള എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ഡിജിറ്റ് സം നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 5ഉം 8ഉം എത്രയാണ്? 13. 13 എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം 4 മൈനസ് അടുത്ത് 1ഉം 6ഉം 7. ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് ഡിഫറൻസ് എടുക്കുമ്പോൾ 4 - 7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -3 ആണ്. അപ്പോൾ ഡിജിറ്റ് സം മെത്തേഡിൽ സബ്ട്രാക്ഷൻ്റെ കേസിൽ നമുക്കിതുപോലെ മൈനസ് വാല്യൂസ് വരും. മൈനസ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം, ആദ്യം ഓപ്ഷനിൽ ഏതെങ്കിലും മൈനസ് വാല്യൂസ് ഉണ്ടോ നോക്കുക. സെയിം ഡിജിറ്റ് സം വരുന്ന മൈനസ് വാല്യൂസ് ഉണ്ടോ നോക്കുക, അതായത് നെഗറ്റീവ് വാല്യൂസ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഇല്ല, എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയ ഈ -3നെ നമ്മൾ ഒരു പോസിറ്റീവ് നമ്പറിലേക്ക് മാറ്റണം. അത് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, കിട്ടിയ മൈനസ് വാല്യൂവിൻ്റെ കൂടെ നമ്മുടെ 9 കൂട്ടുക. എന്താ ചെയ്യേണ്ടത്? മൈനസ് വാല്യൂ എത്രയാണോ കിട്ടിയത് അതിൻ്റെ കൂടെ 9 കൂട്ടുക. അതായിരിക്കും നമ്മുടെ ഡിജിറ്റ് സം. അല്ലെങ്കിൽ നമുക്ക് പറയാം 9 നിന്ന് അതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അങ്ങനെയും പറയാം. ഇവിടെ നോക്കി -3 ആണ് ഇവിടെ കിട്ടിയത് അല്ലേ. അപ്പോൾ -3 9 കൂട്ടിയാൽ നമുക്ക് എത്ര വരും? -3 + 9 6 എന്ന ഡിജിറ്റ് സം കിട്ടും. ഇനി നമ്മുടെ ആൻസർ ചെക്ക് ചെയ്യാം. 42 പറയുമ്പോൾ 4 + 2 6 അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഡിജിറ്റ് സം 6 കിട്ടി, ഓപ്ഷൻ ഉത്തരത്തിൻ്റെയും 6 നീട്ടി. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, ഡിഫറൻസ് എടുക്കുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആ നെഗറ്റീവ് വാല്യൂൻ്റെ കൂടെ 9 കൂട്ടുക. അതിൽ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതായിരിക്കും നമ്മുടെ ഡിജിറ്റ് സം. ഇനി എല്ലാ കേസിലും അങ്ങനെ ചെയ്യേണ്ടി വരില്ല. ചില പ്രോബ്ലത്തിൽ ഓപ്ഷനിൽ നെഗറ്റീവ് ഓപ്ഷൻ അല്ലെ, നെഗറ്റീവ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഡിജിറ്റ് സം സെയിം ആണെങ്കിൽ അതായിരിക്കും നമ്മുടെ ആൻസർ, അങ്ങനെയും എടുക്കാം. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. 7ഉം 6ഉം 13 എന്ന് പറയുമ്പോൾ ഡിജിറ്റ് സം എത്ര വരും? 4 എന്ന് വരും. മൈനസ് ഇവിടെ 1ഉം 4ഉം 5 എന്ന് വരും. 4 - 5 -1. അപ്പോൾ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മൈനസിൻ്റെ കൂടെ മൈനസ് വാല്യൂൻ്റെ കൂടെ +9 ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 8 എന്ന് കിട്ടി. ഇനി ആൻസർ നോക്കാം. 6 + 2 ആൻസറിൻ്റെയും ഡിജിറ്റ് സം 8 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഡിജിറ്റ് സം നമ്മൾ സബ്ട്രാക്ഷനിൽ ചെയ്യുക. ഇവിടെ വരുന്ന ഒരേ ഒരു കേസ് ഓർത്ത് വയ്ക്കുക, നെഗറ്റീവ് വാല്യൂ കിട്ടുമ്പോൾ +9 ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഡിജിറ്റ് സം മെത്തേഡ് നമ്മൾ ഓൾറെഡി അഡീഷൻ്റെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ പ്രോബ്ലം 9856 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം നമ്മൾ പറഞ്ഞു 9 നമ്മൾ 0 ആക്കി എടുക്കും, അതായത് ക്യാൻസൽ എന്ന് പറഞ്ഞു. ഇനി ഏതെങ്കിലും 9 വരുന്നുണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ആഡ് ചെയ്യാം. 8ഉം 5ഉം 13, 13ഉം 6ഉം 19. 19 പറയുമ്പോൾ വീണ്ടും 9 ക്യാൻസൽ ചെയ്തിട്ട് ഡിജിറ്റ് സം 1 നീട്ടി. മൈനസ് ഇനി ഇവിടെ നോക്കാം, 4ഉം 5ഉം 9 പോയി, ബാക്കിയുള്ളത് 2ഉം 6ഉം 8 ആണ്. അപ്പോൾ 1 - 8 -7. അപ്പോൾ മൈനസ് കിട്ടിക്കാൻ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ +9 ചെയ്യണം അല്ലേ. -7 + 9 നമുക്ക് 2 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ എക്സാമിന് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക.
ഇതിൽ പലതും മൈൻഡ് കാൽക്കുലേഷനിൽ ചെയ്യാം കേട്ടോ. എല്ലാം എഴുതി ചെയ്യാൻ നിൽക്കരുത്, സമയം വേസ്റ്റാണ്. ഇതെല്ലാം കൂടുതലും മൈൻഡ് കാൽക്കുലേഷന് ചെയ്യുക. ഇവിടെ -7 കിട്ടി, അപ്പോൾ വീണ്ടും -7 + 9 എന്ന് പറഞ്ഞാൽ എഴുതാൻ നിൽക്കണോ? വേണ്ട. ഇവിടെ ഇതെല്ലാം മൈൻഡ് കാൽക്കുലേഷൻ. -7 + 9 എന്ന് പറയുമ്പോൾ 2 ആണെന്നുള്ള മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യണം. ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിൻ്റെ ഡിജിറ്റ്സ് നമുക്ക് 2 എന്ന് കിട്ടി. ഇനി നമ്മുടെ ആൻസറിൽ ഏതാണ് ഡിജിറ്റ്സം 2 വരിക നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റത്തെ 5ഉം 6ഉം 11 12 എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സം 3 ആണ്. നമുക്ക് വേണ്ടത് 2 ആണ് അല്ലേ. സോ ഓപ്ഷൻ എ അല്ല. അടുത്ത് നോക്കി 5ഉം 6ഉം 11 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 ആണ്. നമുക്ക് വേണ്ടതും 2 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് വേണമെങ്കിൽ അടുത്തും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 4ഉം 6ഉം 10 എന്ന് പറയുമ്പോൾ 1 + 0 1 വരും. സോ അതല്ല. അടുത്ത് നോക്കാം. 3ഉം 6ഉം 9 ആണ് അല്ലേ. 9ഉം. സോ അതും അല്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം പെട്ടെന്ന് പറഞ്ഞേ. ആദ്യം 9 വരുന്നതെല്ലാം ക്യാൻസൽ ചെയ്യാം. 6 3 9 ക്യാൻസൽ ചെയ്തു. 9 ഡയറക്റ്റ് ക്യാൻസൽ ചെയ്തു. 1ഉം 8ഉം 9 അത് ക്യാൻസൽ ചെയ്തു. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഉണ്ട്. 7ഉം 2ഉം 9 അതും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 5 + 5 10 എന്ന് പറയുമ്പോൾ 1 + 0 1 എന്ന ഡിജിറ്റ്സും വരും. മൈനസ് അതേപോലെ 5ഉം 4ഉം 9 ക്യാൻസൽ ചെയ്തു. 7ഉം 2ഉം 9 ക്യാൻസൽ ചെയ്തു. 6ഉം 3ഉം 9 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 5ഉം 1ഉം 6 ആണ്. മൈനസ് അടുത്തതിൻ്റെ 4ഉം 5ഉം 9 പോയി. 8ഉം 1ഉം 9 പോയി. ബാക്കിയുള്ളത് 2 4 5 അല്ലേ. ഇപ്പം എന്ത് കിട്ടി? 1 മൈനസ് 6ഉം 5ഉം 11 എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സം 2 അല്ലേ. 1 - 2 -1 മൈനസ് കിട്ടിയതിന് എന്ത് ചെയ്യണം? +9 ചെയ്യണം. അപ്പോൾ 8 എന്ന ഡിജിറ്റ്സം കിട്ടും. ഓക്കെ, ഇനി ഓപ്ഷൻ ഏതാ 8 കിട്ടുക നോക്കുക. ഓപ്ഷൻ എ. 8 1 9 പോയി. 9 8 1 9 പോയി. 4ഉം 3ഉം 7ഉം 1ഉം 8 ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണ്ടത് 8 തന്നെയാണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇനി ജസ്റ്റ് അടുത്തഞ്ഞ് കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9 പോയി. 9 പോയി. 8 1 9 പോയി. 4ഉം 3ഉം 7 1 8 1 9 ആണ് ഇതിൻ്റെ ഡിജിറ്റ്സം. സോ അതല്ല. അടുത്ത് നോക്കാം. 7 1 8 1 9 പോയി. 9 പോയി. 8 1 9 പോയി. ബാക്കിയുള്ളത് 3 മാത്രമാണ്. സോ അതുമല്ല അല്ലേ. നമുക്ക് വേണ്ട 8 ആണ്. 8ൻ്റെ ഡിജിറ്റ്സം കിട്ടുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അടുത്ത പ്രോബ്ലം നോക്കിയേ. 9 പോയി. 6 3 9 പോയി. 8 1 9 പോയി. ബാക്കിയുള്ള 1 മാത്രമാണ്. മൈനസ് ഇവിടെ 9 പോയി. ഇനി ഏതെങ്കിലും ഉണ്ടോ? 8 1 9 പോയി. ബാക്കിയുള്ളത് 7ഉം 5ഉം 12 എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സം 3. മൈനസ് 9 പോയി. 9 പോയി. 8ഉം 5ഉം 13 എന്ന് പറയുമ്പോൾ 4. അപ്പോൾ എത്ര വരും? 1 മൈനസ് 7. 1 - 7 എന്ന് പറയുമ്പോൾ -6. മൈനസ് കിട്ടിക്കാൻ എന്ത് ചെയ്യണം? +9 ചെയ്യണം അല്ലേ. ഇപ്പോൾ എത്ര കിട്ടി? 3 കിട്ടി. ഡിജിറ്റ്സം 3 വരുന്ന ഓപ്ഷൻ ഏതാ നോക്കാം. 4ഉം 2ഉം 6ഉം 1ഉം 7 ആണ് ഫസ്റ്റത്തെ. സോ അതല്ല. അടുത്ത് 4ഉം 4ഉം 8ഉം 1ഉം 9 ആണ്. സോ അതും അല്ല അല്ലേ. അടുത്ത് 6ഉം 4ഉം 10 1ഉം 11 1ഉം 12 എന്ന് പറയുമ്പോൾ ഡിജിറ്റ്സം 3 അല്ലേ. 3. സോ നമുക്ക് വേണ്ട 3 തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. ജസ്റ്റ് അടുത്തുകൂടെ നോക്കാം. 4ഉം 2ഉം 6ഉം 7 1 8 ആണ് അല്ലേ. നമുക്ക് വേണ്ട 3 ആണ്. സോ ഓപ്ഷൻ സി ആണ് 3 കിട്ടിയത്. അടുത്ത പ്രോബ്ലം നോക്കാം. 9 പോയി. നോക്കി 7ഉം 6ഉം 13 എന്ന് പറയുമ്പോൾ 1 + 3 4 എന്ന് കിട്ടി. പ്ലസ് 9 പോയി. ഇനി 6ഉം 2ഉം 8 8ഉം 5ഉം 13 എന്ന് പറയുമ്പോൾ വീണ്ടും 4 തന്നെ വന്നു. മൈനസ് ഇവിടെ 8ഉം 5ഉം 13 എന്ന് പറയുമ്പോൾ 4 തന്നെ വന്നു. പ്ലസ് അടുത്ത് 8ഉം 2ഉം 10 14 എന്ന് പറയുമ്പോൾ 5 എന്ന് വന്നു. ഓക്കെ, ഇവിടെ നോക്കി 5 + 4 9 ആണ്. അത് പോയി. ബാക്കിയുള്ള 4 - 4 എന്ന് പറയുമ്പോൾ 0 ആണ് അല്ലേ. നമുക്കിവിടെ 0 ആണ് കിട്ടിയത്. അപ്പോൾ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 0 നമ്മൾ പറഞ്ഞു എന്തിന് തുല്യമാണ്? 9 അല്ലേ. നമ്മൾ 0-നെ 9 തുല്യമാക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിജിറ്റ്സം പറഞ്ഞാൽ എത്രയാണ്? 9 ആണ്. ഇനി ഓപ്ഷനിൽ ഏതിൻ്റെ ഡിജിറ്റ്സം ആണ് 9 കിട്ടുക നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ
കട്ട് ചെയ്യാൻ ഏതെങ്കിലും ഉണ്ടോ 9ൻ്റെ? ഇല്ല അല്ലേ. അപ്പോൾ 6 4 10, 18, 18ഉം 7ഉം 25. 25 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും? 7 വരും. നമുക്ക് വേണ്ട 9 ആണ് അല്ലേ. സോ ഓപ്ഷൻ എ അല്ല. അടുത്ത് ബി നോക്കി, 6 4 10, 18. 18 പറയുമ്പോൾ അവിടെ 9 പോയി അല്ലേ. ബാക്കിയുള്ളത് 8 ആണ്. സോ അതുമല്ല. അടുത്ത് നോക്കി 9 പോയി, 6 4 10, 18. 18 എന്ന് പറയുമ്പോൾ 9 ആണ് അല്ലേ. നമുക്ക് വേണ്ട 9 തന്നെയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് അടുത്തും കൂടെ നോക്കാം. ഇതിൻ്റെ ഡിജിസം എത്ര വരും? 6 എന്ന് വരും. സോ ഓപ്ഷൻ ഡിയും അല്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം. 8ഉം 1ഉം 9 പോയി, ബാക്കി 5ഉം 3ഉം 8, 8ഉം 2ഉം 10 എന്ന് പറയുമ്പോൾ 1 + 0 1 എന്ന് വരും. പ്ലസ് ഇവിടെ 9 പോയി, 6ഉം 3ഉം 9 പോയി, ബാക്കി 8ഉം 6ഉം 14. 14 എന്ന് പറയുമ്പോൾ 1 + 4 5 എന്ന് വരും. ഈക്വൽ ടു ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ, ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് ഇവിടെ എത്ര വരും? 9 പോയി, 7ഉം 3ഉം 10, 10 ഇവിടെ എന്താണ്? 18 എന്ന് പറയുമ്പോൾ 9. നമുക്ക് എന്ത് ചെയ്യാം? 9 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ എന്ത് വരും? ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ. നമുക്ക് ഈ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുത്തെ വാല്യൂ ആണ് കാണേണ്ടത്. എത്ര വരും? ക്വസ്റ്റ്യൻ മാർക്ക് ഈക്വൽ ടു ഇവിടെ ബാക്കി എത്ര ഉള്ളത്? 6 അല്ലേ. ഇപ്പോൾ ഡിജിസം എത്ര കിട്ടി? 6 കിട്ടി. ഓപ്ഷനിൽ ഏതിൻ്റെ ഡിജിസമാണ് 6 വരിക നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ 9 9 പോയി, 6 1 7 1 8 ആണ്. സോ അതല്ല. രണ്ടാമത്തെ 9 9 പോയി അല്ലേ. ബാക്കിയുള്ളത് 6 ആണ്. നമുക്ക് വേണ്ടതും 6 തന്നെയാണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. കണ്ടോ എത്ര പെട്ടെന്ന് കിട്ടുന്നുണ്ടോ? 9 പോയി 9 പോയി, ഇവിടെ 8 ആണ് ബാക്കിയുള്ളത്. 9 പോയി 9 പോയി, 8 8ഉം 16 എന്ന് പറയുമ്പോൾ 7 ആണ്. നമുക്ക് വേണ്ടത് ഡിജിസം 6 ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, താങ്ക് യു.